ഹായ് എവരിവൺ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും നമ്മളുടെ നിയന്ത്രണത്തിലല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളിൽ അധിക പേരും, അല്ലേ? നമ്മളെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും അതൊക്കെ നമ്മൾ വിധിക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഒരു സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന 90% കാര്യങ്ങളും നമ്മളുടെ മനസ്സിൻ്റെ ശക്തി കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ചിന്തകളുടെ ഫലമായിട്ട് നമുക്ക് വരുന്നതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജീവിതത്തിൽ പണം വരാത്തത്, ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ, അസുഖങ്ങൾ വരുന്നുകൊണ്ടിരിക്കുന്നത്, അതല്ലെങ്കിൽ ബന്ധങ്ങൾ ശരിയാവാത്തത്, അതല്ലെങ്കിൽ മറ്റ് പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് നമ്മളുടെ ചിന്തകളുടെ ഫലമാണെന്ന് എത്ര പേർക്കറിയാം? ഈ ചിന്തകളെ നമ്മൾ ട്രെയിൻ ചെയ്യിച്ചുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ, നമ്മൾക്ക് ആവശ്യമായ രീതിയിൽ ട്രെയിൻ ചെയ്യിച്ചുകൊണ്ട് ചിന്തകളെ നമ്മൾ നിയന്ത്രിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ മാറ്റം വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്ന് ആ കാര്യങ്ങളാണ് നമ്മുടെ ഈ വീഡിയോയിലുള്ളത്. അതായത് നമ്മുടെ ചിന്തകളുടെ 2 ഭാഗങ്ങളുണ്ട്. ചിന്തകൾ സാധാരണ ഒരു മനസ്സുണ്ട്, നമുക്ക് ഒരു സബ് കോൺഷ്യസ് മനസ്സുണ്ട്. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നതും നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നതും 2 രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ ഈ വീഡിയോയിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ 2 മനസ്സുകളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആ 2 മനസ്സുകളും നമ്മളെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്, നമുക്ക് എങ്ങനെ ആ ഒരു മൈൻഡിനെ നിയന്ത്രിക്കാൻ കഴിയും, അതുപോലെ വിജയിച്ച ആളുകൾ അവരുടെ മൈൻഡിനെ എങ്ങനെയൊക്കെ നിയന്ത്രിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അത് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, എങ്കിൽ നിങ്ങൾക്കും മാറ്റം വരാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മൈൻഡിന് 2 ഭാഗങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അതൊന്നാണ് കോൺഷ്യസ് മൈൻഡ്, രണ്ടാമത്തെ സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പോൾ ഇതിൽ കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ എന്താണോ പ്രവർത്തിക്കുന്നത്, എന്താണോ കാണുന്നത്, എന്താണോ ചിന്തിക്കുന്നത്. നേരെ മറിച്ച് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് അത് വേറൊരു ലെവലാണ്. നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന, ചെറുപ്പം മുതൽ നമ്മൾ ജീവിച്ച് വളർന്ന സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ച ചില ശീലങ്ങൾ, ചില പാഠങ്ങൾ ഒക്കെ അവിടെ മറഞ്ഞു കിടക്കുന്നുണ്ട്. അതൊരു സ്റ്റോറേജ് സിസ്റ്റം പോലെയാണ്. ഇനി അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട് എന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുമോ? അതിന് കഴിയൂല. അങ്ങനെ നമ്മുടെ ഉള്ളിൽ മുന്നേ ഉണ്ടായിട്ടുള്ള പല ജീവിതാനുഭവങ്ങളിൽ നിന്നും നമ്മൾ അടച്ചു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ചില ചിന്തകളും ചില വികാരങ്ങളും ചില തോന്നലുകളും ഒക്കെയാണ് സബ് കോൺഷ്യസ് ഉള്ളിലുള്ളത്. ഈ സബ് കോൺഷ്യസ് മൈൻഡിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട്, ഇപ്പോൾ ഞാനൊക്കെ കാറ് ഇപ്പോൾ ഓടിക്കാൻ പഠിക്കുക, ഭയങ്കര പ്രയാസമാണ്. ഒരു സ്റ്റിയറിങ് ഇങ്ങനെ പിടിച്ച് റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ കുഴപ്പമില്ല, ഒരേ ഗിയറിലിട്ടുകൊണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. ഗിയറൊന്ന് മാറ്റാൻ പറയുമ്പോൾ അത് ഗിയർ മാറ്റുന്നതോടുകൂടി വണ്ടിയുടെ സ്റ്റിയറിങ് വേറെ വഴിക്ക് പോയി, ഒരു ശ്രദ്ധയില്ലാതെ, അതായത് സ്റ്റിയറിങ്, ഗിയർ, ക്ലച്ച്, ബ്രേക്ക് ഇതെല്ലാം കൂടെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഭയങ്കര പാടായിരിക്കും, ഭയങ്കര പ്രയാസമായിരിക്കും. അത് പക്ഷേ ആ ഡ്രൈവിങ്ങിൻ്റെ തുടക്കത്തിലാണ് അത് ആ പ്രയാസം ഉണ്ടാവുക. അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് എത്തിയിട്ടില്ല. നമ്മളിപ്പോൾ ബോധപൂർവം ചെയ്യുന്ന കാര്യങ്ങളാണ്, അപ്പോൾ അത് ഭയങ്കര പ്രയാസമായിട്ട് തോന്നും. നേരെ മറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ, ഡ്രൈവിങ്ങൊക്കെ ഫ്ലുവൻ്റായിട്ട് റെഡി ആയിട്ട് പഠിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതൊന്നും ഓർക്കാതെ, കോൺഷ്യസ് മൈൻഡിനെ കൊണ്ട് ശ്രദ്ധിക്കാതെ നമ്മൾ ഓടിച്ചാലും മുന്നിൽ എന്തെങ്കിലും വന്നാൽ പെട്ടെന്ന് കാല് ബ്രേക്കിലേക്ക് പോകും. അതുപോലെ സ്പീഡ് കൂടുന്ന സമയത്ത് ഗിയർ മാറും. അതൊക്കെ നമ്മൾ അറിയാതെ സംഭവിക്കും. ഈ അറിയാതെ സംഭവിക്കുന്നതാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം തുടങ്ങണം അല്ലെങ്കിൽ ചെയ്യണം എന്ന് വിചാരിച്ചാൽ പോലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അതിനെതിരായിട്ടുള്ള ചില ചിന്തകളുണ്ട്. അപ്പോൾ നമ്മളെ പിന്നോട്ട് നയിക്കുകയാണ് ചെയ്യുക. ഈ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ പിന്നോട്ട് നയിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് നമുക്ക് വിജയിക്കാനും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താനും സാധിക്കാത്തത്. അതായത് നമ്മുടെ മനസ്സിലുള്ള ചിന്തകളുടെ ഒരു ഉദാഹരണമാണ്
എനിക്ക് പണം സമ്പാദിക്കാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി നന്നായിട്ട് സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റി എനിക്കില്ല, ഞാൻ ഒരു ഭാഗ്യമില്ലാത്തവളാണ്, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി തുടങ്ങി നമ്മുടെ മനസ്സിനകത്തുള്ള നമ്മുടെ ഉയർച്ചയ്ക്ക് വിഘാതമായിട്ട് നിൽക്കുന്ന ഒരുപാട് നെഗറ്റീവ് തോട്ട്സുകളുണ്ട്. അതൊക്കെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മളുടെ ഇതുവരെയുള്ള ജീവിതം കൊണ്ട് അനുഭവിച്ച ചില എക്സ്പീരിയൻസ് കൊണ്ട് അടിഞ്ഞു കൂടിയിട്ടുള്ള ചില ചിന്തകളാണ്. അതൊക്കെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ പുറമേക്ക് എന്ത് ചെയ്താലും നമ്മൾ യഥാർത്ഥത്തിൽ എന്താണോ മനസ്സിനകത്തുള്ളത് അതേ പുറത്തേക്ക് വരുള്ളൂ. പക്ഷേ നമുക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഈ ഒരു സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് ട്രെയിൻ ചെയ്യിക്കാൻ കഴിയും. അതിനുള്ള ടെക്നിക്സാണ് ഇനി പറയാൻ പോകുന്നത്. ഏതൊക്കെ തരത്തിൽ നമ്മളുടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന പണ്ടങ്ങോളുള്ള ആ ചിന്തകളെയും വിശ്വാസങ്ങളെയൊക്കെ ഒന്ന് മാറ്റി നമുക്കൊന്ന് മാറ്റം വരുത്താൻ സാധിക്കും. അതിനുള്ള ടെക്നിക്സുകളാണ്. ഇതൊന്ന് ജീവിതത്തിൽ പകർത്തി നോക്കുക. ഒന്ന് സ്ഥിരമായിട്ടൊരു 21 ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ മാറ്റി ചിന്തിക്കാനും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ ടെക്നിക്സ് നോക്കാം. ഒന്നാമത്തതായി അഫർമേഷനാണ്. അഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അതായത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മളുടെ മുന്നേ ഉള്ള ആ ഒരു ചിന്തയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ മനസ്സിൽ ബോധപൂർവം ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതായത് ഞാനെപ്പോഴും പാവമാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാൻ സമ്പന്നനാണ്, എനിക്ക് ആവശ്യത്തിന് ധാരാളം പണം ലഭിക്കുന്നുണ്ട്, ഞാൻ പണം ആകർഷിക്കുന്ന കാന്തമാണ് തുടങ്ങി പണത്തെക്കുറിച്ചുള്ള അഫർമേഷൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇനി ആരോഗ്യത്തെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, നല്ല എല്ലാ കാര്യങ്ങളും ആക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്, എൻ്റെ കണ്ണ് അല്ലെങ്കിൽ എൻ്റെ മറ്റവയവങ്ങൾ എല്ലാത്തിനും ഒരു കുഴപ്പമില്ല, നല്ല ആരോഗ്യവതിയാണ് എന്ന് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അഫർമേഷൻ നമ്മുടെ മനസ്സിലിങ്ങനെ, അതായത് വെറുതെ വാക്കുകൾ പറയല്ല, നമ്മുടെ ഉള്ളിൽ തട്ടിക്കൊണ്ട് നമ്മൾ ഫീൽ ചെയ്തുകൊണ്ട് പറയാൻ ശ്രമിക്കുക. ഇങ്ങനെ നമ്മൾ എല്ലാ ദിവസവും ഇതിങ്ങനെ പറയാൻ ശ്രമിക്കുമ്പോൾ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് വിശ്വസിക്കും. അങ്ങനെ നമ്മൾ ആ ലെവലിലേക്ക് എത്താനുള്ള ഒരു കാരണമായി തീരും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ മുമ്പേ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ മാറ്റി പുതിയ പുതിയ വിശ്വാസങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരികയും ചെയ്യും. ഇനി രണ്ടാമത്തെ ടെക്നിക്സ് എന്ന് പറയുന്നത് വിഷ്വലൈസേഷനാണ്. എന്താ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ എന്താവാനാണ് ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹിക്കുന്ന ജീവിതം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് അതിനെ വിഷ്വലൈസ് ചെയ്യുക. ആ ജീവിതത്തിലേക്ക് നമ്മൾ എത്തിയതായിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അത് ഇമാജിൻ ചെയ്തുകൊണ്ട് നമ്മൾ ആ രീതിയിൽ ജീവിക്കുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അതായത് നമ്മുടെ മനസ്സിന് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മളാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് വിഷ്വലൈസ് ചെയ്യുക, നമ്മൾ ആ ലെവലിലേക്ക് എത്തി എന്നുള്ളതിലേക്ക് ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ച് ഇമാജിൻ ചെയ്ത് അത് അനുഭവിക്കുന്നതായിട്ട് തോന്നിപ്പിക്കുക. ഓക്കെ, അതാണ് വിഷ്വലൈസേഷൻ. അപ്പോൾ 1 അഫർമേഷന്, 2 വിഷ്വലൈസേഷൻ. ഓക്കെ, അതായത് നമ്മളുടെ ബ്രെയിനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഇമാജിൻ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അത് റിയലാണോ അല്ലേ എന്നൊന്നും ബ്രെയിനിനെ തിരിച്ചറിയില്ല. ബ്രെയിൻ അത് റിയലായിട്ടാണ് കണക്കാക്കുക. അതായത് ഒരാൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ എനിക്ക് വയ്യ എന്നൊരു ചിന്തയാണ് വരുന്നതെങ്കിൽ അതായത് റിയലായിട്ട് അതാണ് യഥാർത്ഥത്തിൽ വരാനുള്ള ടെക്നിക്കുകളാണ് നമുക്ക് കിട്ടുക, പ്രകൃതിയിൽ നിന്ന് കിട്ടുക. അപ്പോൾ ഒന്ന് നമ്മൾ ഇമാജിൻ ചെയ്യുമ്പോൾ അത് ഇമാജിനേഷനാണോ അതോ റിയലാണോ എന്നൊന്നും ബ്രെയിനിന് മനസ്സിലാവാത്ത രീതിയിൽ അത് റിയലാക്കി തരും എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡാണ്. ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് എന്ന് പറയുമ്പോൾ അത് എല്ലാ ഗ്രന്ഥങ്ങളിലും പറയുന്നതാണ്, അത് ഖുർആനിലടക്കം ഉള്ളതാണ്. നമുക്ക് കിട്ടിയ കാര്യങ്ങളായിട്ട് താങ്ക്സ് പറയുമ്പോഴാണ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും നമുക്ക് നല്ല കാര്യങ്ങൾ തരിക എന്നുള്ളത് എല്ലാ മതഗ്രന്ഥങ്ങളിലും മതനേതാക്കന്മാരും പറയുന്ന കാര്യമാണ്. നമുക്ക് കിട്ടിയതിനെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക. അതെങ്ങനെ പറയാമെന്ന് വെച്ചപ്പോൾ നിങ്ങൾ ആലോചിക്കും, എനിക്കെങ്ങനെ കോടികൾ വരുമാനമില്ലല്ലോ പിന്നെ എങ്ങനെ ഞാൻ താങ്ക്സ് പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് സുഖമില്ലല്ലോ പിന്നെ എങ്ങനെ ഞാൻ താങ്ക്സ് പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അനുഗ്രഹങ്ങളിലുണ്ട്. ഉദാഹരണമായിട്ട് നമ്മുടെ ശരീരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെയും കുറേ വേദനകൾ അത് ഒരു സ്വാഭാവികമായിട്ട് ഉണ്ടെങ്കിലും
എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് അനുഗ്രഹങ്ങളായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മെക്സവൻ ചെന്നപ്പോൾ ഒരു കടങ്കഥ ചോദിച്ചത്. അപ്പോൾ അത് ആലോചിച്ചപ്പോഴാണ് ഞാൻ ശരിക്കും അതിൻ്റെ ഒരു നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളുടെ ഒരു ഭാഗമായിട്ട് അത് ചോദ്യം ഇതാണ്: 2 പ്രാവശ്യം ഫ്രീ ആയി തരും, പിന്നെ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ കാശ് കൊടുക്കണം. അപ്പോൾ എല്ലാവരും അന്തം വിട്ട് ഞാൻ വിചാരിച്ചു വല്ല ലഹരി മരുന്നൊക്കെ ആയിരിക്കും. ആളുകളുണ്ടല്ലോ ലഹരി മരുന്നിന് അടിമയാകാൻ വേണ്ടിയിട്ട് 2 പ്രാവശ്യം ഫ്രീ ആയി തരും, പിന്നെ കാശ് കൊടുക്കണം എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ, അതാണെന്ന് വിചാരിച്ചു. പക്ഷേ അതല്ല, പല്ലാണ് അതിന് ഉത്തരം പറഞ്ഞത്. അതായത് നമ്മുടെ ജീവിതത്തിൽ 2 പ്രാവശ്യം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു വസ്തുവാണ് പല്ല്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് കാശ് കൊടുത്തേ പറ്റൂ. നല്ല കടങ്കഥ അല്ലേ? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ കാര്യങ്ങൾ നമ്മുടെ അവയവങ്ങൾ ഓരോന്നോരോന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ പറയാനുണ്ട്. നമ്മുടെ കയ്യ്, കാല്, കണ്ണ്, മൂക്ക്, ചെവി, നാക്ക് എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അനുഗ്രഹങ്ങൾ പറയാനുണ്ട്. ഓരോന്നിനും അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. അത് ഏത് രീതിയിലും ആവാം. നമ്മൾ മുസ്ലിംസ് അൽഹംദുലില്ല എന്ന് പറയുന്നത് ഒരു നന്ദി വാക്കാണ്. അതുപോലെ താങ്ക്സ് ഗോഡ് എന്ന് പറയാം. അതിന് ദൈവത്തിലൊന്നും വിശ്വാസമില്ലാത്ത ആളുകൾ പ്രകൃതിയോട് നന്ദി പറയാം. പ്രകൃതി നമുക്ക് അരുളിയിട്ടുള്ള അനുഗ്രഹങ്ങളാണ് എന്നുള്ള രീതിയിൽ പ്രകൃതിയോട് നന്ദി പറയാം. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും നന്ദി പറയുക എന്നുള്ളത് നമ്മൾ സ്ഥിരമാക്കി കഴിഞ്ഞാൽ, ഇല്ലായ്മകളും വല്ലായ്മകളും പറയാതെ നന്ദി പറയുക എന്നുള്ളത് സ്ഥിരമാക്കി കഴിഞ്ഞാൽ നമുക്ക് നന്ദി പറയാനുള്ള അവസരങ്ങൾ വീണ്ടും വീണ്ടും പ്രകൃതി ഒരുക്കി തരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ദൈവവിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രകൃതി എന്ന് പറയുന്നത് ഒന്നുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും ഉറപ്പല്ലേ. അപ്പോൾ പ്രകൃതിയിൽ നമ്മൾ നന്ദി വാക്കുകൾ കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് ഇഷ്ടംപോലെ നന്ദി പറയാനുള്ള അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ 3 ടെക്നിക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് ഒരു 21 ദിവസം തുടർച്ചയായിട്ട് രാവിലെ വൈകുന്നേരം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിനൊരു മാറ്റം വരും. അത് ഉറപ്പാണ്. ഞാൻ അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. 1 അഫർമേഷൻ, വിഷ്വലൈസേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ്. ഇത്രയാണ് നമ്മളുടെ ജീവിതം മാറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി എന്നുള്ളത്. അപ്പോൾ ഇനി ഈ 3 ടെക്നിക്കുകളിലൂടെ നമ്മുടെ ജീവിതം മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു 7 ഘട്ടങ്ങളും കൂടെ പറയാം, എന്നിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. 1 മോർണിംഗ് അഫർമേഷൻ. രാവിലെ എഴുന്നേറ്റ ഉടനെയാണ് നമ്മൾ അഫർമേഷൻ ചെയ്യേണ്ടത്. നമുക്ക് നമ്മളുടെ ഓരോ ആഗ്രഹങ്ങളെ നമ്മൾ നേരത്തെ പറഞ്ഞു അഫർമേഷൻ എങ്ങനെ ചെയ്യുക എന്നുള്ളത്. അത് രാവിലെ എണീറ്റ ഉടനെ, ഇപ്പോൾ സാധാരണ മുസ്ലിംസ് ആണെങ്കിൽ സുബഹിസ്കാരത്തിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ അഫർമേഷനും കൂടെ പറയുക. ഓക്കെ, 2 ഡെയിലി വിഷ്വലൈസേഷൻ. എങ്ങനെ ഡെയിലി നമ്മൾ ദിവസവും നമ്മൾ എന്താണ് ആവാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നത് അത് നേടിയതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. അത് ദിവസവും ചെയ്യുക. മോർണിംഗ് അഫർമേഷൻ രാവിലെ എന്നും ചെയ്യുക, ഡെയിലി വിഷ്വലൈസേഷൻ ചെയ്യുക. 3 നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി വെക്കുക. അതായത് എനിക്ക് നല്ലൊരു വീട് കിട്ടി, താങ്ക്സ്. അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടി, അല്ലെങ്കിൽ നല്ല മക്കളെ കിട്ടി, അല്ലെങ്കിൽ നല്ല സൗകര്യങ്ങൾ, നല്ല കണ്ണ്, നല്ല മുക്ക്, ഇതെല്ലാം ഒരു ദിവസം ഒരു 10 നല്ല കാര്യങ്ങളെങ്കിലും പറഞ്ഞിട്ട് അതിനെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി വെക്കുക. അതും നല്ലൊരു ശീലമാണ്. ഓക്കെ, 4 പോസിറ്റീവ് എൻവയോൺമെൻ്റ് ആക്കുക. അതായത് നമ്മുടെ ചുറ്റുഭാഗമുള്ള ആളുകൾ ചില സമയങ്ങളിലുണ്ട് നമുക്ക് ചുറ്റുഭാഗം വെറും നെഗറ്റീവ് വാക്കുകൾ മാത്രം പറയുന്ന ആളുകൾ. അങ്ങനത്തെ ആളുകളുമായി സംസാരത്തിന് കൂടുതൽ സമയം നിൽക്കാതെ നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്. പോസിറ്റീവായി സംസാരിക്കുന്നവരുടെ കൂടെ മാത്രം സഹവസിക്കുക. നമ്മളുടെ ചുറ്റുഭാഗം എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും നമ്മളുടെ ജീവിതം ഉണ്ടാകുന്നത്. അടുത്ത് 5-മത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല സക്സസ് ആയ ആളുകളുടെ പുസ്തകങ്ങൾ വായിക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ സക്സസ് സ്റ്റോറികളോ അല്ലെങ്കിൽ സക്സസിൻ്റെ നല്ല ആളുകളുടെ പുസ്തകങ്ങളോ വായിച്ച് കുറച്ച് സമയമെങ്കിലും വായനയ്ക്ക് വേണ്ടി സമയം നീക്കി വയ്ക്കുക. അടുത്തതെന്ന് പറയുന്നത് മെഡിറ്റേഷനാണ്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ശാന്തമായിരുന്ന് നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക, പുറത്തേക്ക് വിടുക. മെഡിറ്റേഷനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടൊരു 5 മിനിറ്റെങ്കിലും ഒരു ദിവസം മെഡിറ്റേഷൻ ചെയ്യുക. അടുത്തത് അതുപോലെ നൈറ്റ് പ്രോഗ്രാമിംഗ് ആണ്. നൈറ്റ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ രാത്രി നമ്മളുടെ ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആകുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് നല്ല രീതിയിലുള്ള ചിന്തകളുമായിട്ട് കിടന്നുറങ്ങിയാൽ നമുക്ക്
നമ്മളുടെ ആ ഒരു ചിന്തകൾ നമ്മൾ പ്രവൃത്തിയിലേക്ക് എത്തും എന്നുള്ളതാണ്. അതുകൊണ്ട് നൈറ്റ് പ്രോഗ്രാമിംഗ് ആണ് അടുത്തൊരു കാര്യമുള്ളത്. ഇങ്ങനെ 7 കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. 3 ടെക്നിക്കിൽ ഉൾപ്പെടുന്ന 7 കാര്യങ്ങൾ നമ്മൾ ദിവസവും ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരും, ഉറപ്പാണ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒരു 7 ദിവസം പ്രധാനമായിട്ടും അഫർമേഷൻ, വിഷ്വലൈസേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, ഈ 3 കാര്യങ്ങൾ തുടർച്ചയായിട്ട് ഒരു 21 ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡ് പരമാവധി എഴുതാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതം മാറും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇത്തരത്തിൽ നമുക്ക് പോസിറ്റീവ് ടോക്സ് ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ പേഴ്സണൽ മെസ്സേജ് അയക്കാൻ നമ്പറുണ്ട്. ഓക്കെ.